ശ്രീ രാജേന്ദ്രൻ പന്തളം, അതായത് ഇനി ഏതാണ്ട് മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ ഒരു ഇടക്കാല ബജറ്റിന്. സാധാരണഗതിയിൽ ഒരു ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഉള്ള അതിൻ്റെ ഒരു ഫുൾ സ്വിങ്, ആ ഒരു സ്വഭാവം ഒന്നും നിരീക്ഷിക്കേണ്ടതില്ല. പക്ഷേ ഇവിടെ ഇത് പ്രസക്തമാകുന്നതും പ്രാധാന്യമാകുന്നതും ഈ ഇൻ്ററിം, ഈ ഇടക്കാല ബജറ്റ് ഏറ്റവും കൂടുതൽ രാജ്യം ഫോക്കസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമല്ലോ താങ്കൾക്ക്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ വരാനിരിക്കുന്നു, അല്ലെങ്കിൽ മാസങ്ങൾ മാത്രമേ ഉള്ളൂ, ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് തന്നെ പറയാം. അപ്പം കാത്തിരിപ്പിന്. അപ്പോൾ സ്വാഭാവികമായും അവിടേക്ക് ചാലുകീറുന്ന എന്തൊക്കെ നടപടികൾ, ഇപ്പോൾ അയോധ്യയിൽ അത് പൂർത്തിയാക്കി, ഇനി അങ്ങനെ ഓരോന്നും പൂർത്തിയാക്കി. അപ്പോൾ ഇന്ന് ഈ ബജറ്റിൻ്റെ കാര്യത്തിൽ അത് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇതിനകത്ത് ഉറ്റുനോക്കുന്ന ഒരു ഘടകം, അല്ലേ ശ്രീ രാജേന്ദ്രൻ പന്തളം? തീർച്ചയായിട്ടും. പക്ഷേ ചുവന്ന ഗവൺമെന്റിന്റെ മുദ്രയുള്ള ഈ ചുവന്ന ഫയലിൽ എന്തെല്ലാം എന്ന് നമ്മൾ ഇപ്പോൾ ഊഹിക്കുന്നതിൽ കാര്യമില്ല. നമ്മൾ നേരത്തെ ഇത് പ്രീ ബജറ്റ് ഡിസ്കഷൻ നടത്തിയിരുന്നു. അതിൽ ഞാൻ പറഞ്ഞൊരു നാരി ശക്തിക്ക് ഊന്നൽ നൽകുമെന്ന് പറഞ്ഞിരുന്നു. നമുക്കിപ്പോ കാണാം അതിന്റെ ഒരു എങ്ങനെയായിരിക്കും എന്ന് നമുക്കിപ്പോ മനസ്സിലാക്കാം. പ്രധാനമന്ത്രി അത് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഉറപ്പാണ് അതിനുള്ള പദ്ധതികൾ കാണുന്നത്. അതുപോലെ ഇപ്പൊ ഞാൻ പറഞ്ഞു നിർത്തി SS നായർ സാറ് ഇപ്പൊ പറഞ്ഞു നിർത്തിയ ഒരു കാര്യത്തിൽ തുടങ്ങാം. തൊഴിലില്ലായ്മ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പക്ഷെ നമ്മുടെ ഈ സ്റ്റാർട്ടപ്പ്, സ്റ്റാൻഡപ്പ് ഇന്ത്യ, ഈ പദ്ധതികളൊക്കെ ബജറ്റിൽ കൂടി വന്നിട്ടുള്ളതാണ്. ഞാൻ ഇവരോടൊന്നും ഈ തിയറിയുടെ കാര്യത്തിൽ പറയാനുള്ള പ്രാപ്തി എനിക്കില്ല. പക്ഷെ ഞാൻ വീണ്ടും ഒരു പ്രായോഗികമായ ഉദാഹരണം പറയും. എന്റെ നാട്ടിൽ ജോലിയൊന്നുമില്ലാതെ വളരെ കഷ്ടപ്പെട്ടിരുന്ന ഒരാൾ പെട്ടെന്ന് ഈ സ്റ്റാർട്ടപ്പിന്റെ ഇക്കോസിസ്റ്റം വന്നപ്പോൾ സ്വന്തമായിട്ടൊരു സ്റ്റാർട്ടപ്പ് സംരംഭം തുടങ്ങിയെന്ന് മാത്രമല്ല, ഇൻക്യുബേഷൻ പീരീഡ് ഒക്കെ കഴിഞ്ഞു, അത് ലാഭത്തിലേക്ക് പോയി. ഇപ്പോ ഒരു യൂണിക്കോൺ കമ്പനിയായിട്ട് ഓണർ. അതായത് ആദ്യം തുടങ്ങിയപ്പോൾ 9 കോടി രൂപ റിട്ടേൺ കിട്ടുമായിരുന്നു. യൂണിക്കോൺ ആയി കഴിഞ്ഞപ്പോൾ ഇപ്പോ ഏതാണ്ട് 50 കോടി രൂപയോളം പ്രതിവർഷം, 50 കോടിയോളം കറക്റ്റ് അല്ല, പ്രതിവർഷം റിട്ടേൺ കിട്ടുന്ന ഒരു സ്ഥാപനത്തിന്റെ മുതലാളിയായിട്ട് പലർക്കും അദ്ദേഹം ജോലി കൊടുക്കുന്നു. അതാണ് ഒരു സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിലേക്ക് നമ്മൾ പോയതോടുകൂടി പലർക്കും രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെയാണ് സ്റ്റാൻഡപ്പ് ഇന്ത്യ. അതായത് അധസ്ഥിത വിഭാഗങ്ങൾക്ക് അങ്ങനെ ഉയർന്നു വരാനുള്ള സാഹചര്യം ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ 2-3 പോയിന്റ് പെട്ടെന്ന് അങ്ങ് പറയുകയാണ്. അജിം ഷാ നേരത്തെ പറഞ്ഞ ഒരു കാര്യം, പെട്രോളിന്റെ വില കൂടിയത്. നമ്മളിപ്പോ ആ ഫോസിൽ ഫ്യൂവലിൽ നിന്ന് ഗ്രീൻ എനർജിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പരിസ്ഥിതി ഉച്ചകോടിയിൽ നമ്മൾ കൊടുത്ത ഒരു കമ്മിറ്റ്മെന്റ് കൂടിയാണ് അത്. സോളാർ പവർ, 1 കോടി വീടുകളിൽ സോളാർ പവർ എത്തിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു, പ്രധാനമന്ത്രി. ഹൈഡ്രജൻ, എഥനോൾ, അതുപോലെ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നല്ല റിഡക്ഷൻ, അവരുടെ വിലയ്ക്ക് നല്ല സബ്സിഡി ഇപ്പൊ കൊടുക്കാൻ പോവാം. ബാറ്ററിക്കും സബ്സിഡി വരും. ഈ ചുവന്ന ഫയലിൽ അത് ഉണ്ടാകുമെന്ന് തന്നെ ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ അതൊരു അടയാളപ്പെടുത്തേണ്ട, കാരണം ഏറ്റവും കൂടുതൽ ഒരു വെല്ലുവിളിയായി ഇപ്പോ ഗണേഷ് പോലും ഇലക്ട്രിക് ബസ്സുകൾക്കെതിരെ പറഞ്ഞത് അതിനൊരു ലോജിക്ക് ഉണ്ടായിരുന്നു. കാരണം 10 ലക്ഷത്തിന് 2 വണ്ടി, 20 ലക്ഷത്തിന് 2 വണ്ടി എടുക്കാമെങ്കിൽ, അല്ലെങ്കിൽ 2.5 വണ്ടി എടുക്കാമെങ്കിൽ, ഇലക്ട്രിക് വണ്ടിയാണെങ്കിൽ 1 മാത്രമേ എടുക്കാനാകൂ. പിന്നീട് ഇതിൻ്റെ ബാറ്ററി മാറ്റുന്ന സമയത്ത് ഏതാണ്ട് പകുതിയോളം പൈസ അതിനാകും. അപ്പോൾ ഈ കിട്ടുന്ന ലാഭത്തെക്കാൾ കൂടുതൽ നഷ്ടമാകും എന്നൊരു ലോജിക്കുണ്ട്. അതാണ് ശ്രീ KB ഗണേഷ് കുമാറൊക്കെ പറഞ്ഞത്. അത് മാറുന്ന നിർണായകം ഉണ്ടാകും ഈ ചുവന്ന പെട്ടിയിലെന്നാണോ താങ്കൾ നിരീക്ഷിക്കുന്നത്? പൂർണ്ണമായും മാറിയില്ല, പതുക്കെ 2047 നമ്മൾ അതെനിക്കറിയാം, പതുക്കെ മാറും. അതിനുള്ള കണ്ടുപിടുത്തങ്ങൾ ലോകത്ത് മുഴുവൻ നടന്നുകൊണ്ടിരിക്കും. പറ്റില്ല, കാരണം ഇതിന്റെ അഫോർഡബിൾ അല്ല. ഇപ്പൊ നമുക്കറിയാമല്ലോ, ലിഥിയം ബാറ്ററിയുടെ ഒക്കെ ചെലവ്, അങ്ങനെയുള്ള ചെലവ് വൻപിച്ച ചെലവാണ്. അപ്പൊ അത് നമുക്ക് അതിൽ കുറച്ചുകൂടി ഒരു കൈകാര്യകർത്തൃത്വം വന്നെങ്കിൽ മാത്രമേ ഈ ചെലവ് കുറച്ചു കൊണ്ടുവരാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മുടെ ഈ സാമ്പത്തിക, മേരി ടീച്ചറിനോട് എനിക്ക് പറയാനുള്ള, മേരി ടീച്ചർ പറഞ്ഞു ഈ പണമൊക്കെ സാധാരണക്കാരന്റെ നികുതി പണമാണ്, അത് വലിയ കാര്യമൊന്നുമില്ല, മോദിയുടെ കയ്യിൽ നിന്ന് എടുക്കുന്നതല്ല. ശരിയാണ്. കേരളത്തിലെ സ്ഥിതി അതാ. കേരളത്തിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഏറ്റവും കൂടുതൽ നികുതി പിരിവ് നടന്ന വർഷമാണ്. എന്നിട്ടും കേരളം കടക്കണിയിലാണെന്ന് ധനമന്ത്രി തന്നെ സമ്മതിച്ചു. അദ്ദേഹം പറയുന്നത് 59,000 കോടി രൂപ കേന്ദ്രം തരാനുണ്ടെന്ന്. ഈ കണക്ക് പരിശോധിച്ചപ്പോൾ ഞാൻ കണ്ടത് 20 കോടി കഴിഞ്ഞ വർഷം ധനകാര്യ കമ്മീഷൻ കൊടുക്കാതിരുന്നത്, വീണ്ടും 20 കോടി ഈ വർഷം കേന്ദ്ര ധനകാര്യ കമ്മീഷൻ കൊടുക്കാതിരുന്നത്, പിന്നെ ഒരു 19 കോടി കടമെടുക്കാൻ അനുവദിക്കാതിരുന്നു. അപ്പൊ ഇത് കിട്ടാൻ പോകുന്ന കാര്യമല്ല. ഈ ധനകാര്യ കമ്മീഷൻ വളരെ സ്ട്രിക്റ്റായിട്ട്, കർശനമായിട്ട് അതിന്റെ പാരാമീറ്റേഴ്സ് നോക്കിയാണ് ഓരോ സ്റ്റേറ്റിനും അലക്കേഷൻ നടക്കുന്നത്. ഇപ്പൊ പുതിയൊരു ധനകാര്യ കമ്മീഷൻ വന്നിട്ടുണ്ട്, അരവിന്ദ് പനഗേരിയയുടെ നേതൃത്വത്തിൽ. ഈ കമ്മീഷൻ ആസാമിന് കൊടുക്കുന്ന പരിഗണന പോലും കേരളത്തിന് തരുന്നില്ലെന്നൊക്കെ ഉണ്ട്. ഈ ധനകാര്യ കമ്മീഷന്റെ വിഹിതം മാറ്റിവെക്കുമ്പോൾ നമ്മുടെ പോപ്പുലേഷനും നമ്മുടെ ഡെൻസിറ്റിയും അനുസരിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് അസമിന് കൊടുക്കുന്ന വിഹിതം പോലും കേരളത്തിന് നൽകുന്നില്ലെന്ന പരാതിയുണ്ട്. അത് കണക്ക് നോക്കിയിട്ടാണ്. അവിടുത്തെ ഹെൽത്ത് ഇൻഡെക്സ്, അവിടുത്തെ ജനസംഖ്യ, അതുപോലെ തന്നെ അവിടുത്തെ
ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, ഈ കാര്യങ്ങളെല്ലാം നോക്കിയാണ് ഒരു അതുകൊണ്ടാണ് ആസാമുമായി കമ്പയർ ചെയ്തത്. പാൻ ഇന്ത്യ ഒരു ഇഗാലിറ്റേറിയൻ ആയിട്ടുള്ള ഒരു ഇന്ത്യ എന്നുള്ള രീതിയിലാണ് ആ കാര്യങ്ങളൊക്കെ തുല്യമായിട്ടുള്ള വിതരണം എന്നുള്ള രീതി, ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ. ഈ അസറ്റ് ഡൈലൂഷനെ കുറിച്ച് പറഞ്ഞതുപോലെ നമ്മുടെ പാനൽ ഡൈലൂട്ട് ചെയ്ത് മൊത്തത്തിൽ ഒരു രഞ്ജിത്ത് കാർത്തികേയൻ മോഡലിലേക്ക് എത്തി. പാനൽ വേറെ ആരും അല്ല, അത് എല്ലാ ധനകാര്യ കമ്മീഷനും ഇങ്ങനെ തന്നെയാണ് പരിശോധിക്കുന്നത്. അതിനകത്ത് ഒരു വേറെ കൃത്യമോ രാഷ്ട്രീയമില്ലതില്. ഇപ്പൊ ഇവിടെ കേരളത്തിൽ നിന്ന് തന്നെ പോയിരിക്കുന്ന ആളെന്ന് പറയുന്നത് കോട്ടയം ഞങ്ങളുടെ നാട്ടുകാരിയാണ് ആനി ജോർജ് മാത്യു. ഒരു രാഷ്ട്രീയമുള്ള ആളല്ല. അവരാണ് ഈ പരിശോധിച്ച് അലക്കോഷ് അരവിന്ദ് പനഗേരിയ രാഷ്ട്രീയമുള്ള ആളാണോ? രഞ്ജിത്ത് കാർത്തികേയന്റെ അത്രയും പോലും രാഷ്ട്രീയമുള്ള ആളല്ല. അപ്പൊ അവരൊക്കെ വളരെ ഇക്കണോമിക്സ് പാരാമീറ്റേഴ്സ് നോക്കിയിട്ടാണ് എനിക്ക് തോന്നുന്നത് രഞ്ജിത്ത് കാർത്തികേയൻ രാഷ്ട്രീയം അല്ല പറഞ്ഞത്, അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട്, രണ്ട് കാഴ്ചപ്പാട്, ഒന്ന് ഇടതുപക്ഷ കാഴ്ചപ്പാട്, മറ്റൊന്ന് ഒരു സെൻട്രിസ്റ്റ് കാഴ്ചപ്പാട്. ഈ കാഴ്ചപ്പാടിന്റെ വ്യത്യാസമാണ്, രാഷ്ട്രീയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഓർക്കേണ്ടത്, പട്ടിണിയെ പറ്റിയും പറയുമ്പോൾ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന എന്ന് പറയുന്ന പദ്ധതി ഇപ്പോഴും ഉണ്ട്. കോവിഡ് കാലത്ത് 5 കിലോ അരി വീതം, അരിയും ഭക്ഷ്യധാന്യങ്ങളും ഓരോ വ്യക്തിക്കും കൊടുത്തോണ്ടിരുന്നത് കോവിഡ് കാലം കഴിഞ്ഞിട്ടും തുടരുകയാണ്. ഇന്ത്യയിലെ ഈ ദരിദ്ര ജനകോടികൾക്ക്, ദരിദ്ര നാരായണന്മാർക്ക് അത് കൊടുത്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ പ്രധാനമന്ത്രി പാർലമെന്റിൽ പറഞ്ഞ ഒരു കണക്ക് 14 കോടി ജനങ്ങൾ ദാരിദ്ര്യ രേഖയ്ക്ക് മുകളിൽ എത്തിയെന്ന്. ആ കണക്കൊക്കെ വെറും പൊട്ടക്കണക്കാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോ പാവങ്ങൾ ഉയരുന്നുണ്ട്. കോർപ്പറേറ്റിൽ ഇപ്പൊ അദാനി 1ാം സ്ഥാനത്തായി. നമ്മൾ അസൂയപ്പെട്ടിട്ട് എന്താ കാര്യം? നമുക്കും അദാനികളാകാമെന്നേ. അതിനുള്ള ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അന്തരീക്ഷത്തിലേക്കാണ് ഇന്ത്യയെ മോദി കൊണ്ടുവന്ന് ഞാൻ വിശ്വസിക്കുന്നു. പണ്ട് 120-നും താഴെയുള്ള സ്ഥാനത്തേക്ക് കടന്നിരുന്ന അത് ഇപ്പൊ 80-ൽ എത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ അതിന് സബ്ജക്ട് ടു കറക്ഷൻ. 80-ൽ എത്തിയിട്ടുണ്ട്. അതിനി വീണ്ടും ഉയർത്തിക്കൊണ്ട് വന്ന് ലോകത്തിലെ 5 രാജ്യങ്ങളിൽ ഒന്നായിട്ട് ഇന്ത്യ മാറണമെന്നുള്ളതാണ് എന്റെ ആഗ്രഹം. 2047 കൂടി ഇന്ത്യ രാജ്യമാണെന്നുള്ളൂ. പക്ഷെ നമ്മുടെ ദാരിദ്ര്യ സൂചികകൾ, ലോക പഠനങ്ങളെ ആസ്പദമാക്കിയുള്ള ദാരിദ്ര്യ സൂചികകളിൽ ഏതാണ്ട് ഈ പാകിസ്ഥാനോ ശ്രീലങ്കയ്ക്കൊക്കെ തൊട്ട് മേളിൽ മാത്രമാണ് ഇന്ത്യ ഉള്ളത്. പിന്നീട് നമ്മുടെ തൊഴിലില്ലായ്മ വർദ്ധിക്കുന്ന സാഹചര്യം, ഇങ്ങനെ നിരവധി സ്റ്റാറ്റിക്സ്, അതായത് നിരവധി പഠനങ്ങളുണ്ട് ശ്രീ രാജേന്ദ്രൻ പന്തളം. അതൊക്കെ നിരവധി ചർച്ചകൾ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വീണ്ടും ആവർത്തിക്കാത്തത്. തീർച്ചയായും താങ്കൾ പറഞ്ഞത് ശരിയാണ്. പക്ഷേ നമ്മുടെ ജനസംഖ്യ അമേരിക്കയുടെ അത്രയും ആയിരുന്നു എങ്കിൽ നമ്മുടെ രാജ്യത്തെ ഓരോ പൗരനും ബ്രൂണയിലെ പൗരന്മാരെ പോലെ സുഖസമ്പന്നരായിട്ട് ജീവിച്ചിട്ട്. നമ്മുടെ ജനസംഖ്യ എന്ന് പറയുന്നത് ഡെമോഗ്രഫി വലിയൊരു പ്രശ്നമാണ്. ചൈനയേക്കാൾ ഉയർന്ന, ചൈനയിൽ ദാരിദ്ര്യമില്ലേ? ചൈന ലോകത്തിലെ ഏറ്റവും അമേരിക്കയുടെ തൊട്ടടുത്തുണ്ട്. പട്ടിണിയുണ്ട്. ജനസംഖ്യ പ്രശ്നമാണ് ഈ 2 രാജ്യങ്ങളിലും അല്ലേ? ഈ ഇവിടെ സാമ്പത്തിക വിദഗ്ധരുണ്ടല്ലോ, അവർ പറയട്ടെ. അപ്പൊ അതുകൂടെ നമ്മൾ പരിഗണിക്കണം. ഈ നമ്മുടെ ഉത്പാദനക്ഷമത ഏറ്റവും കൂടുതലുള്ള ജനസംഖ്യയുടെ കാര്യത്തിലാണ്. കാർഷിക മേഖലയിലില്ല. ഏറ്റവും കുറഞ്ഞ ഉത്പാദനക്ഷമത ജനസംഖ്യ മാൻപവർ ആണ്. മാൻപവർ അല്ലേ? ഇനി നമുക്ക് പൗരത്വ ഭേദഗതിയിലേക്ക് പോകണോ ചർച്ച? പോപ്പുലേഷൻ അല്ല, അതൊരു ഇക്കണോമിക് പാരാമീറ്റർ ആണ്. വിദ്യാഭ്യാസത്തിനും ജോലിക്കുമായിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോവുക ശരിയാണ്. പോസ്റ്റ് ഓഫീസ് റെമിറ്റൻസ് ഉണ്ട്. നമ്മുടെ കേരളത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വരുമാന സ്രോതസ് ആയിരുന്നു അത്. പക്ഷെ ഇപ്പൊ കുറഞ്ഞിരിക്കുക. അത് കുറഞ്ഞിട്ടില്ല, അത് കുറഞ്ഞിട്ടുണ്ട്. ശ്രീ ടി സി മാത്യു, സാമ്പത്തിക വിദഗ്ധൻ ശ്രീ ടി സി മാത്യു കൂടി ഈ ഘട്ടത്തിൽ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ടി സി മാത്യു, ഈ ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്തു വന്നത് ഒരു വെൽഫെയർ സൊസൈറ്റിയെ രൂപീകരിക്കാനുള്ള പടിയും ചവിട്ടുപടിയുമായി ഈ ഇടക്കാല ബജറ്റ് മാറും എന്നൊക്കെയാണ് ഇവിടെ രഞ്ജിത്ത് കാർത്തികേയനും മറ്റുള്ളവരും ഒക്കെ അവകാശപ്പെടുന്നത്. ശ്രീ രാജേന്ദ്രൻ പന്തളം, ശ്രീ എസ് നായരൊക്കെ. കാരണം അത്രയ്ക്ക് സ്ട്രോങ് ആയൊരു എക്കണോമിയാണ് ഇന്ത്യയുടേത്. അത് ഡിമോണിറ്റൈസേഷന് ശേഷവും, നോട്ട് നിരോധനത്തിന് ശേഷവും അതെ, അതിനു മുമ്പും അതെ. അപ്പോൾ ആ ഒരു ധാരയുടെ തുടർച്ചയാണ് ഇന്ന് ബജറ്റിൽ പ്രതിഫലിക്കാൻ പോകുന്നതെന്നാണ്. താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് ശ്രീ ടി സി മാത്യു? ഒരു ക്ഷേമരാഷ്ട്രം കെട്ടിപ്പടുക്കുക എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ്, ആവശ്യമാണ്. പക്ഷേ നമ്മളിപ്പോൾ ക്ഷേമരാഷ്ട്രത്തിലാണ് എന്ന് വിശ്വസിക്കാനോ അതിന്റെ വക്കിലെത്തിയെന്ന് കരുതാനോ നിർബന്ധിക്കരുത് എന്ന് മാത്രം. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ദരിദ്രനാരായണന്മാർ നമ്മളോടൊപ്പം അന്നുമുണ്ട്, ഇന്നുമുണ്ട്. അവരുടെ സംഖ്യ അത്ര ചെറുതുമല്ല. അതെ, ഏതാണ്ട് 80 കോടി പേർക്ക് നമ്മൾ കോവിഡ് കാലഘട്ടത്തിൽ ആരംഭിച്ച ഭക്ഷ്യധാന്യ സൗജന്യ വിതരണം അതിപ്പോഴും തുടരുകയാണ്. ഈ കഴിഞ്ഞ 4 കൊല്ലം കൊണ്ട് അവരാരും അങ്ങ് മുകളിലേക്ക് കയറിയില്ല എന്നാണല്ലോ അതിന്റെ അർത്ഥം. നമ്മളിപ്പോഴും
മഹാത്മാഗാന്ധി റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം എന്ന് പറയുന്ന തൊഴിലുറപ്പ് പദ്ധതി, അതിലേക്ക് അപേക്ഷകരുടെ എണ്ണം ഒട്ടും കുറഞ്ഞിട്ടില്ല. ഓരോ വർഷവും മറ്റെന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? രാജേന്ദ്രൻ പന്തളത്തിന്റെയും രഞ്ജിത്ത് കാർത്തികേയന്റെ വാദങ്ങൾ തന്നെ അവർക്ക് തിരിച്ചടിയാവുകയാണ്. ശ്രീ ടി.സി. മാത്യു, നമ്മൾ വികസന അതിലൊരു വലിയ സന്തോഷം വളരെ നല്ലതാണ്. അതിനുള്ള ഒരു അടിത്തറയിടാൻ ഈ ബജറ്റ് ഒരുങ്ങുമെങ്കിൽ അതിനെ എപ്പോഴും ശ്ലാഘിക്കേണ്ടതാണ്, ശ്ലാഘിക്കുകയും ചെയ്യും. പക്ഷേ ഉണ്ണിയെ കാണുമ്പോൾ അറിയാം ഊരിലെ പഞ്ഞമെന്നാണ്. അപ്പോൾ അതിന്റെ ലക്ഷണങ്ങളും രീതിയും ഈ ക്രോണി ക്യാപിറ്റലിസം, ഇവരുടെ താല്പര്യങ്ങൾ, ഇവരുടെ ഉദാരീകരണം, ഇത്തരം സ്വഭാവങ്ങൾ, ഒരു വർഗ സ്വഭാവം ഉണ്ടല്ലോ ഓരോന്നിനും. അപ്പോൾ അത് വെച്ചിട്ട് സാധ്യമാകുമോ എന്നുള്ളതാണ്. സാധ്യമാകുമോ എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ദിവസം റിസർവ് ബാങ്കിന്റെ മുൻ ഗവർണർ ദൂരി സുബ്ബറാവു എന്ന് പറയുന്ന അദ്ദേഹം എക്കണോമിക്സിലൊക്കെ സാമാന്യം നന്നായിട്ട് വിവരമുള്ള ആളാണ്. അദ്ദേഹം നിർമ്മല സീതാരാമൻ ഒരു തുറന്ന കത്ത് എന്ന് പറഞ്ഞൊരു കത്ത് എഴുതിയിരുന്നു. ആ കത്ത് ടൈംസ് ഓഫ് ഇന്ത്യ പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. അതിൽ അദ്ദേഹം ഒരു പുതിയ ആശയം പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത്ര പുതിയതൊന്നും അല്ല. നമ്മുടെ കോയമ്പത്തൂരുകാരൻ ഒരു CR കൃഷ്ണസ്വാമി എന്ന് പറയുന്ന മാനേജ്മെന്റ് വിദഗ്ധനും കഴിഞ്ഞ 2 വർഷം മുമ്പ് നൊബേൽ സമ്മാനം കിട്ടിയ അഭിജിത്ത് ബാനർജിയും എല്ലാം എടുത്തു പറഞ്ഞിരുന്ന ഒരു കാര്യം മാത്രമാണത്. ഇവരൊക്കെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ വളരെ ലളിതമാണ്. നിങ്ങൾ താഴെ തട്ടിൽ വികസനം കൊണ്ടുവന്നാൽ മാത്രമേ വളർച്ച ഉണ്ടാവുകയുള്ളൂ. കമ്പനികൾ വളരണമെങ്കിൽ താഴെ തട്ടിലുള്ള ജനങ്ങൾക്ക് കൂടി സ്വീകാര്യമായ സേവനങ്ങളും ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കി വിൽക്കണം. അവിടെയാണ് വിൽപ്പന വർദ്ധിക്കുക എന്നാണ് CR കൃഷ്ണസ്വാമി പ്രഹ്ലാദ് എന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞത്. അത് തന്നെയാണ് അഭിജിത്ത് ബാനർജി പറഞ്ഞത്. അഭിജിത്ത് ബാനർജി താഴെ തട്ടിയ ദാരിദ്ര്യം നീക്കാതെ നിങ്ങൾക്ക് ഒരു പുരോഗതി എന്ന് പറയുന്നത് സാധ്യമല്ല. അതിന് ട്രിക്കിൾ അപ്പ് എന്ന പേര് നൽകിക്കൊണ്ടാണ്. നേരത്തെ ട്രിക്കിൾ ഡൗൺ എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം ഉണ്ടല്ലോ. മുകളിൽ ഒത്തിരി പേര് സമ്പന്നരായി കഴിഞ്ഞാൽ അവരിൽ നിന്ന് ആ സമ്പത്തിന്റെ അല്പാൽപ്പം ഇങ്ങനെ താഴോട്ട് ഇറങ്ങി താഴെ എല്ലാവരും സുഭിക്ഷമാകുമെന്ന് പറയുന്നത്. പണ്ട് ബൈബിളിൽ ഒരു കഥ പറയുന്നുണ്ട്, ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ കൊണ്ട് കഴിഞ്ഞു കൂട്ടുന്ന ദരിദ്രനെ പറ്റി. അപ്പൊ അങ്ങനെ ദരിദ്രന്മാർ കഴിഞ്ഞു കൂടട്ടെ എന്ന് പറയുന്നതാണ് ട്രിക്കിൾ ഡൗൺ തിയറി. ആ ട്രിക്കിൾ ഡൗൺ തിയറി എന്ന് പറയുന്നത് ഒട്ടും സ്വീകാര്യമല്ലെന്ന് നമുക്ക് അനുഭവത്തിൽ ബോധ്യമായിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും അത് തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ മുകളിലുള്ളവർ വളരുന്നു എന്നുള്ളതിൽ സന്തോഷിക്കുകയും അതിൽ അഭിരമിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് കുഴപ്പം. അവർ വളരുന്നതിൽ തെറ്റില്ല, അവർ വളരണം. അവരും കൂടി വളർന്നാൽ മാത്രമേ അവരിൽ നിന്ന് ധാരാളം മൂലധനം ഈ രാജ്യത്ത് നിക്ഷേപമായിട്ട് വരികയും ഒത്തിരിയേറെ പേർക്ക് തൊഴിൽ കിട്ടുകയും ചെയ്യുള്ളൂ. പക്ഷെ അതിൽ അഭിരമിക്കുക എന്ന് പറയുമ്പോൾ അതാണ് ക്രോണി ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. നിങ്ങൾ ക്യാപിറ്റലിസ്റ്റുകളെ വളർത്തിക്കൊള്ളൂ, ക്യാപിറ്റലിസ്റ്റുകൾ വളരട്ടെ, ക്യാപിറ്റൽ കൊണ്ടേ രാജ്യത്ത് പുരോഗതി ഉണ്ടാവുകയുള്ളൂ. പക്ഷേ അതിൽ അഭിരമിക്കരുത്. അഭിരമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന അർത്ഥത്തിൽ ഭരണം നടത്തരുത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് അദാനിമാർക്കും അംബാനിമാർക്കും മാത്രമാണ് ഈ ഭരണം ആ വിമർശനം സ്വീകരിക്കേണ്ട. ഇവിടെ അങ്ങനെയാണോ? 2014 മുതൽ പരിശോധിച്ചാൽ അങ്ങനെയാണോ? വലിയ വ്യത്യാസം തോന്നുന്നില്ല. കാരണം ഇവിടെ ആദായ നികുതിയിൽ ഇളവ് കൊടുത്ത ആർക്കാ? കോർപ്പറേറ്റുകൾക്ക് മാത്രം. കോർപ്പറേറ്റുകളുടെ പരമാവധി ആദായ നികുതി നേരത്തെ 33% അത് 20% കുറച്ചു. അത് തന്നെയും പുതിയതായിട്ട് തുടങ്ങുന്ന കുറെ വ്യവസായങ്ങൾക്ക് 15% കുറച്ചു. അതേസമയം വ്യക്തിഗത ആദായ നികുതിയിൽ ആ രീതിയിലുള്ള കുറവ് വന്നിട്ടില്ല. ഇതുപോലെ തന്നെ നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ നികുതി GST അത് രാജ്യത്തെ എല്ലായിടത്തും കൂടെ ഏകീകരിക്കുക എന്നതിന്റെ പേരിൽ ഏകദേശം രാജ്യത്തെ ഏറ്റവും ഉയർന്ന നിരക്ക് എല്ലാവർക്കും ബാധകമാക്കി. ഇത് ആർക്കാണ്? അരിയുടെ നികുതി കൂട്ടുന്നതിന്റെ പേരിൽ അല്ലെങ്കിൽ ഉപ്പിന്റെ നികുതി കൂട്ടുന്നതിന്റെ പേരിൽ വിഷമിക്കുന്നതാരാണ്? അതാണ് ഇപ്പോഴും ഗ്യാസ് സിലിണ്ടറിന് വില കൂടി 15 രൂപ. ഇപ്പോൾ വരുന്ന ബ്രേക്കിംഗ് ആണ്. ഗ്യാസ് സിലിണ്ടറിന് വില കൂടി 15 രൂപ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള. വർദ്ധിക്കട്ടെ, അതൊക്കെയാണ്. അതിന്റെ ഉത്പാദകർക്ക് അതുകൊണ്ട് ക്ഷീണമൊന്നുമില്ല. അതിന്റെ ഉത്പാദകരെ സംബന്ധിച്ച് അവർക്ക് ക്രൂഡ് ഓയിൽ വാങ്ങിയിട്ട് ശുദ്ധീകരിച്ച് അതിന്റെ കൂടെ ഗ്യാസ് ആക്കി മാറ്റിയാൽ മതി. അവരുടെ ചെലവിലൊന്നും കാര്യമായ വർധനയില്ല. പക്ഷേ അടുക്കളയിലെ ബജറ്റിൽ അത് വലുതായിട്ട് പ്രതിഫലിക്കും. ഈ 15 രൂപ എന്ന് പറയുമ്പോൾ ഒരു വർഷം മുഴുവനും ഇത് വാങ്ങണമല്ലോ. 12 കുറ്റിയെങ്കിലും വാങ്ങേണ്ടി വരുന്നു. അപ്പോൾ 180 രൂപ അധിക ചെലവായിട്ട് ചുമത്തുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് ഇതാണ്, ട്രിക്കിൾ ഡൗൺ എന്ന് പറയുന്ന തിയറികൾ അല്ല നമുക്ക് ആവശ്യം. കാരണം കൂടുതൽ ദരിദ്രരുള്ള രാജ്യമാണ്. ഒന്നുകിൽ നമ്മൾ ഇവർക്ക് എല്ലാവർക്കും വളരെയേറെ ജോലി കൊടുക്കുന്ന ഒരു രാജ്യമായിട്ട് മാറണം. ചൈന കഴിഞ്ഞ 40 കൊല്ലം ചെയ്തതാണ്. വളരെയേറെ ജോലി, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള ഫാക്ടറികളെല്ലാം അവിടെ കൊണ്ടുവന്ന് സ്ഥാപിപ്പിച്ച് അവർക്ക് തൊഴിൽ കൊടുത്തു.
ഇന്നിപ്പോൾ അവർക്ക് വേറെ പ്രശ്നങ്ങൾ കൊണ്ട് അവരുടെ വളർച്ചയുടെ കാര്യങ്ങളൊക്കെ പ്രയാസത്തിലായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ തൊഴിൽ കൊടുക്കുന്ന ഒരു രാജ്യമായിട്ട് നമ്മൾ മാറിയാൽ നമുക്കതിനെ നല്ല രീതിയിൽ അഭിനന്ദിക്കാൻ പറ്റും. പക്ഷെ അതിന് ഇൻഫ്രാസ്ട്രക്ചർ വേണ്ടേ? ആ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണ്, അതായത് അടിസ്ഥാന സൗകര്യ വികസനമാണ് മോദി ലക്ഷ്യം വെക്കുന്നത്. മോദി ഈ കടന്ന് രാജ്യം മുഴുവൻ ഓടുന്നതും ഈ ക്രോണി ക്യാപിറ്റലിസം എന്ന പഴി കേൾക്കുന്നതും ഒക്കെ അങ്ങനെയാണ്. ഈ മൂലധനം, ഈ ക്യാപിറ്റൽ, ഈ ഇൻവെസ്റ്റ്മെന്റ് ഇങ്ങനെ പമ്പ് ചെയ്ത് ഇവിടേക്ക് വരണം എന്നുള്ളതാണ്. അതിന് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യണം. അതാണ് മോദി കഷ്ടപ്പെടുന്നത്. തീർച്ചയായിട്ടും മോദി കഷ്ടപ്പെടുന്നതിനെ നമ്മൾ അംഗീകരിക്കുന്നു. ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യണം. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ കഴിഞ്ഞ 4 വർഷമായിട്ട് നിർമ്മല സീതാരാമൻ ഒരു കാര്യം എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഈ വർഷം മുതൽ സ്വകാര്യ മേഖല കൂടുതലായിട്ട് മൂലധന നിക്ഷേപത്തിലേക്ക് കടന്നു വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, എനിക്ക് ഉറപ്പാണ്. 2 വർഷം മുമ്പ് അവർ CIIയുടെ, ഇവിടുത്തെ വ്യവസായികളുടെ സംഘടനയാണ് CII, അതിന്റെ യോഗത്തിൽ ചെന്നിട്ട് ചോദിച്ചു, ഇതെന്തുകൊണ്ടാണ് ഇത്രയേറെ ആനുകൂല്യങ്ങൾ തന്നിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾ മൂലധനം നിക്ഷേപിക്കാൻ തയ്യാറാകാത്തത്? അതിന് അവിടെ നിന്ന് തന്നെ ഉത്തരം ലഭിച്ചു. മന്ത്രി എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല, ലാഭം ഉണ്ടാകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ ബിസിനസ്സിലേക്ക് പണം നിക്ഷേപിക്കൂ. അങ്ങനെ ലാഭം ഉണ്ടാകുമെന്ന് ഉറപ്പില്ല, ബിസിനസ് വളരുമെന്ന് ഉറപ്പില്ല. നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്ന് പറയുന്ന കമ്പനിയുടെയും ഡാബർ എന്ന് പറയുന്ന കമ്പനിയുടെയും ഒക്കെ റിസൾട്ട് വന്നിട്ടുണ്ടാവാം. ആ റിസൾട്ടുകൾ നോക്കിയാൽ ഒരു കാര്യമുണ്ട്, ഗ്രാമങ്ങളിലാണ് അവരുടെ വിൽപ്പനയുടെ 35 മുതൽ 40%. അവിടെ വിൽപ്പന കുറയുകയാണ്. കോവിഡ് കാലത്തല്ല ഇത്, കോവിഡ് കഴിഞ്ഞു, രാജ്യം വളർച്ചയുടെ അതിവേഗ പാതയിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന് നമ്മളോട് പറയുകയും ചെയ്യുന്ന സമയത്ത് പറയുകയാണ് അവിടെ വിൽപ്പന കുറഞ്ഞു. 2 വീലർ കമ്പനികളെ നോക്കുക, അവർക്ക് പഴയ 100cc 150cc ഒന്നും ഇപ്പൊ ഇറക്കേണ്ട ആവശ്യമില്ല. അത് ഇറക്കിയാൽ ആരും വാങ്ങാനില്ല. അത് വാങ്ങേണ്ട വിഭാഗങ്ങൾക്ക് അതിനുള്ള ശേഷിയില്ല. അവിടെ വാങ്ങുന്നത് KTM-ഉം അതുപോലുള്ള വലിയ ഇതും 350cc റോയൽ എൻഫീൽഡും 400cc ഇതും ഒക്കെയാണ്. അപ്പോൾ ലക്ഷറി സാധനങ്ങൾക്ക്, ആർഭാട സാധനങ്ങൾക്ക്, ആഡംബര സാധനങ്ങൾക്ക് ഡിമാൻഡ് വർദ്ധിച്ചു. ചെറിയ കാറുകൾ ഓടുന്നില്ല. പഴയ രീതിയിലുള്ള മാരുതി പോലുള്ള, മാരുതിയോ ആൾട്ടോയോ അല്ലെങ്കിൽ വെറും ഹ്യുണ്ടായിയോ ഒന്നും ഇവിടെ, സാൻട്രോയോ ഒന്നും നാട്ടിൽ ഓടുന്നില്ല. ഓടുന്നതെല്ലാം SUV-കളാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കുന്നത്? മുകളിലെ അറ്റം വളർന്നുകൊണ്ടേയിരിക്കുന്നു, താഴെ അറ്റം മുകളിലേക്ക് കയറുന്നില്ല. കയറാത്തത് കൊണ്ടാണല്ലോ ഈ തുടക്കക്കാർ വാങ്ങുന്നതായ സാധനങ്ങൾ വാങ്ങാൻ ആളില്ലാത്തത്. സോപ്പ് മുതൽ ഷാമ്പു വരെയുള്ള സാധനങ്ങളുടെ കാര്യത്തിൽ വില കുറഞ്ഞ ആരും വാങ്ങുന്നില്ല ഇപ്പോൾ. അത് ബിസ്ക്കറ്റ് കച്ചവടക്കാരോട് ചോദിച്ചാലും പറയും. അതായത് ഇവരുടെ വാങ്ങൽ ശേഷി കുറയുന്നു എന്നാണോ താങ്കൾ കാണുന്നത്? ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അതാണ്. വാങ്ങൽ ശേഷി ഉണ്ടെന്നുണ്ടെങ്കിൽ മനുഷ്യർ സോപ്പ് വാങ്ങുമല്ലോ, സോപ്പിന്റെ എണ്ണം കൂട്ടുമല്ലോ, അല്ലെങ്കിൽ ടൂത്ത് പേസ്റ്റ് വാങ്ങുമല്ലോ. അപ്പോൾ വാങ്ങൽ ശേഷി കുറഞ്ഞു പോയി ഒരു വലിയ വിഭാഗത്തിന്. അതെന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിപണിയിലേക്ക് അടക്കം പണം പമ്പ് ചെയ്യാത്തതുകൊണ്ടാണ്. ഓരോ ജനങ്ങളിലേക്ക്, ഓരോ വ്യക്തിയിലേക്കും വ്യക്തിഗതമായി പണം എത്താത്തത് കൊണ്ടാണ് അല്ലേ? വ്യക്തിഗതമായിട്ട് പണം എത്താത്തത് കൊണ്ടും തൊഴിലില്ലാത്തത് കൊണ്ടും. തൊഴിലുണ്ടെങ്കിൽ അവരുടെ ഈ പണം കിട്ടുമല്ലോ, അവർക്ക് ദിനം. അതാണ് അതിന്റെ ക്രക്സ്, അതിന്റെ ക്രീം അതാണ്. ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ, അതിന്റെ ക്രീം അതാണ്. പർച്ചേസിങ് കപ്പാസിറ്റി ഓഫ് പീപ്പിൾ അത് വർദ്ധിക്കുന്നില്ല ജനങ്ങൾക്ക്. കാരണം ഈ ഉദാഹരണത്തിന് 1, 2, 3, 4 വരുന്നവർ ഇരട്ടിയിലധികം 20,000 ഇരട്ടി അവരുടെ സ്വത്തിൽ വർധനമുണ്ടായാലും അത് കൃത്യമായി സാധാരണക്കാരിലേക്ക്, ഭൂരിപക്ഷത്തിലേക്ക് എത്തിയില്ലെങ്കിൽ ഇവരുടെ ഉൽപ്പന്നങ്ങൾ പോലും വാങ്ങാനുള്ള ശേഷി അവർക്കില്ലാതായി മാറും. വിപണി ശോഷിക്കും. അതാണ് ഈ പണക്കാരൻ കൂടുതൽ പണക്കാരൻ, പാവപ്പെട്ടവൻ കൂടുതൽ പാവപ്പെട്ടവൻ എന്നൊക്കെ നമ്മൾ പണ്ട് പുസ്തകങ്ങളിൽ പഠിച്ചത്. അജിംഷാ, ഈ GST കളക്ഷനില് ഇത്രയും ഒരു ഇംപ്രൂവ്മെന്റ് വന്നത് ഇവിടെ കൺസംഷൻ ഇല്ലാത്തതുകൊണ്ടാണോ? നമ്പർ 1. നമ്പർ 2, ഈ പറയുന്ന വ്യാപാര ഭീമന്മാരുടെ വളരെ വലിയ ഒരു ശോഷണമുണ്ടായി എന്നിവിടെ പറയുണ്ടായി. അപ്പോൾ ഇതിന്റെ ഒരു ബേസിക് ഇമ്പാക്ട്, ഇതിനെപ്പറ്റി സ്റ്റഡി നടന്നിട്ടുണ്ട്. വളരെ അധികം റൂറൽ എക്കോണമിയിൽ വോക്കൽ ഫോർ ലോക്കൽ എന്നും അവിടെ ഉണ്ടാക്കുന്ന, നമ്മളിപ്പോൾ പല റെയിൽവേ സ്റ്റേഷനിൽ പോയാലും ആ റെയിൽവേ സ്റ്റേഷനിൽ മാൻഡേറ്ററി ആയിട്ട് അവിടുത്തെ ലോക്കൽ സാധനങ്ങൾ, ഉൽപ്പാദന സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കണം, അല്ലെങ്കിൽ അതിനൊരു സ്റ്റോൾ ഉണ്ടാവണം. ഇങ്ങനെയുള്ള ഇനീഷ്യേറ്റീവ്സ് ഉണ്ടായിട്ടുണ്ട്. ഇതൊന്നും കാണാതെ പോകരുത്. അപ്പോൾ നമ്മളൊരു വ്യാപാര ഭീമന്റെ റൂറൽ സെയിൽസ് നഷ്ടമായി എന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണം എന്താണ്? അവിടെ ആ സോപ്പ് തേക്കാതെ കുളിക്കുന്നതുകൊണ്ടാണോ? എനിക്കത് മനസ്സിലാകുന്നില്ല. അവിടെ ലോക്കലായിട്ടുള്ള പ്രൊഡക്ഷൻ, ഞാൻ പറഞ്ഞു ഇപ്പോഴത്തെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത്, നേരത്തെ ഞാൻ പറഞ്ഞൊരു ഡീഗ്ലോബലൈസേഷൻ്റെ ഒരു ത്രെട്ട് ഉണ്ട്. അപ്പം
നമ്മൾ ലോക്കലി മാനുഫാക്ചർ ചെയ്യണം. ഒരു സ്വദേശി എക്കണോമിക്സിന്റെ ഒരു വളരെ ശക്തമായ ഇന്റർവെൻഷൻ നമ്മൾ ഈ പറയുന്ന കോവിഡിന് ശേഷം ആത്മനിർഭർ ഭാരത്, അതുപോലെ വോക്കൽ ഫോർ ലോക്കൽ, ഇങ്ങനെയുള്ള ഒരു സ്വാശ്രയം ഒരു വില്ലേജിൽ തന്നെ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. ഇപ്പൊ നാച്ചുറലി ഈ പറയുന്ന ഒരുപാട് പ്രോഡക്ട്സിന്റെ ലോക്കൽ മാനുഫാക്ചറിങ് ഉണ്ടായി. ഇതിന്റെ വളരെ ഡയറക്റ്റ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് നിങ്ങൾ നോക്കേണ്ടത് ഇത് നമ്മുടെ GST-യിലെയാണ്. നമ്മുടെ ഫോർമലൈസ്ഡ് എക്കോണമിയിലേക്ക് വന്നു. ഈ ഫോർമലൈസ്ഡ് എക്കോണമി വന്നതിന്റെ കാരണം എന്താ? നിങ്ങൾ എല്ലാവരും ഒരു എന്താ ഈ ഡിമോണിറ്റൈസേഷൻ, കാരണം ഒരു ഫോർമൽ എക്കോണമി കഴിഞ്ഞിട്ടാണ് നമ്മൾ GST ഇംപ്ലിമെന്റ് ചെയ്തത്. ആ GST ഇംപ്ലിമെന്റേഷൻ കൊണ്ടുണ്ടായിട്ടുള്ള ഗുണം എന്ന് പറയുന്നത് ഈ പറയുന്ന ആളുകൾക്ക് ബാങ്ക് ട്രാൻസാക്ഷൻ ആണ്. ഇതിനകത്ത് കള്ളപ്പണമില്ല. ഈ പറയുന്ന ഭീമന്മാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മാസപ്പടി മാത്രം വാങ്ങിക്കാനായിട്ടുള്ള ഒരു രീതിയല്ല ഇന്ന് നടക്കുന്നത്. ഇന്ന് ഇലക്ട്രൽ ബോണ്ട്സ് ഉണ്ട്. അത് BJP-ക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് അവരുടെ സപ്പോർട്ട് സിസ്റ്റത്തിന് പറ്റുന്നതാണ്. അപ്പം നാച്ചുറലായിട്ട് അതിൽ അദാനിയെ വളർത്തി ഹിൻഡൻബർഗിന്റെ ഇത് വന്നു. ഒരു ആഗോള തലത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ഇമ്പാക്ട് നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ ശരിയാണ് ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ സൂചിപ്പിച്ച, പക്ഷേ അങ്ങനെയാകുമ്പോ അതിന് മറ്റൊരു വശമുണ്ട്. ഇപ്പൊ GST വഴി, ശരിയാണ്, ഇവിടെ TC മാത്യു ഉദ്ദേശിച്ച ചില കാര്യങ്ങൾ, അതായത് GST വഴി ഈ പണം മുഴുവൻ ഒരു കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവുകയും അതിന്റെ കോമ്പൻസേഷൻ കിട്ടാൻ ഓരോ സംസ്ഥാനങ്ങൾക്കും കോടതിയെ സമീപിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു ചർച്ചയിൽ നിന്ന് ഒരു വേറൊരു ആംഗിളിലേക്ക് പോകുന്നതല്ലോ. ഞാൻ ആംഗിളിലേക്ക് മാറ്റി തരാം. ശ്രീ TC മാത്യു, താങ്കൾ കൈ ഉയർത്തിയതുകൊണ്ട് രഞ്ജിത്ത് കാർത്തികേയൻ വളരെ വളരെ ഗംഭീരമായാണ് അത് വരച്ചിട്ടത്. GST പിരിവ് സാമ്പത്തിക വളർച്ചയുടെ ലക്ഷണമാണ് എന്ന് പറഞ്ഞതിനെ മാത്രമാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. അതിന്റെ കണക്കുകൾ പറയാം. GST വർദ്ധിച്ചു, 1,70,000 കോടിയിലേക്ക് പ്രതിമാസ പിരിവ് വർദ്ധിച്ചു. എങ്ങനെ വർദ്ധിച്ചു? നിങ്ങൾ ഈ രാജ്യത്തെ കാർ വിൽപ്പനയുടെ ഒരു കണക്കുകൾ അന്വേഷിക്കുക. കഴിഞ്ഞ 4 വർഷം കൊണ്ട് കാർ വിൽപ്പനയുടെ ശരാശരി കാറിന്റെ വിൽപ്പന വില 22% വർദ്ധിച്ചത്. അതിൽ 3/4 ഭാഗവും ഈ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ വർദ്ധിച്ചതാണ്. ഏതാണ്ട് 10-16%. ഈ 16% വർധന അല്ലേ നമ്മുടെ രാജ്യത്ത് ഇത് നികുതി പിരിവിൽ ഉണ്ടായിട്ടുള്ളൂ. GST കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഉണ്ടായിരുന്നതിന്റെ 9.3% കൂടിയാണ് ഇന്നലെ നമ്മുടെ കണക്കിൽ വന്നു ഈ മാസം കിട്ടിയിരിക്കുന്നത്. അപ്പൊ എവിടെയാണ് വർധന? വിലയിലാണ്. വില കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ കൂടുതൽ വാങ്ങുന്ന സാധാരണക്കാരന് പർച്ചേസിംഗ് പവർ കുറഞ്ഞതുകൊണ്ടാണ് വാങ്ങുന്നില്ല. ആളുകളുടെ സ്പെൻഡിങ് കപ്പാസിറ്റി കുറഞ്ഞതിലാണ് അങ്ങയുടെ വിഷമം. അപ്പോ ഇന്ന് 25 കോടി ജനങ്ങളെ ബിലോ പോവർട്ടി BPL ആളുകളെ അതിൽ നിന്ന് ഉയർത്തി കൊണ്ടുവന്നതിനകത്ത് നമുക്ക് ഇന്ന് വിഷമമില്ല. അല്ലെങ്കിൽ 22% ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരും അതിന് മുകളിലുള്ളവരും അവരുടെ ജീവിത നിലവാരവും പട്ടിണി സൂചികയും ഒക്കെയുള്ള ലോക കണക്കുകളുണ്ട്. രണ്ട് രീതിയിൽ പറയരുത്. നിങ്ങൾ പറയുന്നതിനകത്ത് ഒരു നെറേറ്റീവ് ഒരു രീതിയിൽ പറയുക. നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞു അഗ്രികൾച്ചർ ലേബർ കൂടി. അതിന്റെ കാരണം എന്താ? കാരണം പറഞ്ഞത് വേറെ മാർഗം ഇല്ലാത്തതുകൊണ്ട് അവിടെ പോയി, അപ്പോൾ അഗ്രികൾച്ചർ ബർഡൻ കൂടിയെന്ന്. പിന്നെ പറഞ്ഞു ഈ പറയുന്ന അഗ്രികൾച്ചറൽ പ്രൊഡക്ഷന്റെ റേറ്റ് ഓഫ് ഇത് കൂടിയിട്ടില്ല എന്ന്. ഇതെല്ലാം കഴിഞ്ഞിട്ട് പറയുന്നു നമ്മുടെ ഒരു ഇൻക്രീസ് ഇൻ GST കളക്ഷൻ എന്ന് പറയുന്നത് കാറ് വിൽപ്പന കൊണ്ടാണെന്ന്. ഞാൻ പറയുന്നത് ഇതൊന്നും മാച്ച് ചെയ്യുന്ന ആർഗ്യുമെന്റ്സ് അല്ല. GST-യിൽ 9.3% ഏതാണ്ട് 10% വർധന ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് വിലക്കയറ്റത്തിന്റെ ഭാഗമായി ഉണ്ടായതാണ്. അല്ലാതെ പ്രൊപ്പോർഷണലി നിങ്ങൾ അവകാശപ്പെടുന്നത് പോലെ ജനങ്ങളുടെ വാങ്ങൽശേഷി കൂടിയത് കൊണ്ട് സംഭവിച്ചതല്ല എന്നാണ് TC മാത്യു സമർത്ഥിച്ചത്. അദ്ദേഹം പറയുന്നതില് കളക്ഷൻസ് ഇംപ്രൂവ് ചെയ്യുമ്പോ ഇതിന് ഈ പറയുന്ന വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും അതൊരു നാച്ചുറൽ പ്രോസസ് അല്ലേ. അപ്പം ഇവിടെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഒരു അമിതമായി പോയിട്ടില്ല. ഒരു RBIയുടെ കഴിഞ്ഞ കാലത്തെ റിപ്പോർട്ടുകൾ നോക്കുകയാണെങ്കിൽ ഒരു 5 to 6% ഇതുണ്ട്. വിലക്കയറ്റം എന്ന് പറയുന്നത് ഒരു കഴിഞ്ഞ കാലഘട്ടം നോക്കണം 10%, 12% ആ ഒരു രീതിയിലുള്ള അമിതമായ ഒരു ഇത് വന്നിട്ടില്ല എന്നാണ് ഇപ്പോഴും എക്കണോമിസ്റ്റുകൾ പറയുന്നത്. ഞാൻ വായിച്ചിട്ടുള്ള ഇതിനകത്ത് പറയുന്നത് ഒരു അമിതമായ രീതിയിലുള്ള വിലവർധനവില്ല.
15 രൂപ ഗ്യാസിന്റെ വില വർദ്ധിച്ചു. അത് പെട്രോളിൽ നിന്ന് അല്ലെങ്കിൽ ഓയിൽ വാങ്ങിച്ച് ഗ്യാസ് ആക്കുന്ന രീതിയൊന്നും എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, വില വർധനവ് ഒരു ആക്സെപ്റ്റഡ് ഫാക്ട് തന്നെയാണ്. എക്കോണമി വർദ്ധിക്കുമ്പോൾ വിലകളുടെ വർധനവും ഇൻഫ്ലേഷനും ഒരു 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 ഇതാണ്. അതിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് ഒരു റിസർവ് ബാങ്കിന്റെ ഒരു ബാധ്യതയാണ്. അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്സ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇൻവെസ്റ്റ്മെന്റ് വരണം, തൊഴിൽ വരണം, ഇതെല്ലാം ഗവൺമെന്റ് വരണം. ഈ ഗവൺമെന്റിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് വളരെ കൃത്യമാണ്. ഈ പറയുന്ന ആളുകൾ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് കൊണ്ടുവരണം, പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് ഉണ്ടാകണം. ഈ LICയുടെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഈ പറയുന്ന ഡെമോക്രസി പറയുമ്പോൾ ഗവൺമെന്റിന്റെ കയ്യിൽ എല്ലാം വേണം. അപ്പൊ ഗവൺമെന്റിന്റെ കയ്യിലുള്ള ഷെയർസ് നമ്മുടെയാണ്, കാരണം നമ്മൾ ഗവൺമെന്റ് ആണ്. പക്ഷെ അത് പബ്ലിക്കിന്റെ കയ്യിലിരുന്നാൽ അതിനെന്തോ പ്രോബ്ലം ഉണ്ട്. ഇതാണോ ഡിസ്ഇൻവെസ്റ്റ്മെന്റ്? ഇവിടെ നമുക്ക് മനസ്സിലാകേണ്ടത്, ഇന്ന് LICയുടെ ഷെയർസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഒരു ജനസമൂഹത്തിന് പറ്റി എന്നുള്ളത് അവരുടെ ഇത്രയും വലിയ അസറ്റ്സിലും മറ്റുമൊക്കെ ഉള്ള ഒരു അവരുടെ ബിസിനസ്സിലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ജനങ്ങൾക്കാണ് അത് കൊടുത്തിരിക്കുന്നത്. ക്ലിയറായി. ശ്രീ TC മാത്യു, താങ്കൾക്ക് ക്ലിയർ ആയി കാണും. അതായത് ഈ PPP മോഡൽ അല്ലെങ്കിൽ ഈ നിയോ കൊളോണിയൽ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഒരു നെഗറ്റീവായി തുരുമ്പിച്ച സോഷ്യലിസ്റ്റ് മാതൃകകളൊക്കെ മാറി ലോകം ഒരു നിയോ കൊളോണിയൽ ലോകത്തേക്ക് എത്തുമ്പോൾ അത് ഇൻഷുറൻസ് മേഖലയിലെ അടക്കമുള്ള സ്വകാര്യവൽക്കരണത്തെ സംബന്ധിച്ച് അദ്ദേഹം ന്യായീകരിക്കുന്നു. ലോകം മുഴുവൻ മടുത്ത് മാറ്റിവെച്ച പ്രത്യയശാസ്ത്രങ്ങളിൽ നിന്ന് മാറി ഒരു പുതിയ രീതിയിലുള്ള അല്ലെങ്കിൽ വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു എക്കണോമിക് പ്രോസസ്സിലൂടെ രാജ്യത്തിന് ബഹുഭൂരിപക്ഷം ആളുകൾ വോട്ട് ചെയ്ത് ആ ഗവൺമെന്റിനെ കൊണ്ടുവന്നെന്ന് പറഞ്ഞാൽ അതിന് ഒരു അംഗീകാരമാണ്. മറുപടി പറയട്ടെ, എനിക്കൊരു ഇടവേള വേണം. ഒരു പ്രത്യയശാസ്ത്രം ആഗ്രഹിക്കുന്നുള്ളൂ. പറയൂ TC മാത്യു. 10 ലക്ഷം രൂപയുടെ കാർ വാങ്ങാം. അതേസമയം ആ 10 ലക്ഷം രൂപ കൊണ്ട് 20 ലക്ഷം പേർക്ക് ഓരോ സോപ്പ് വാങ്ങാം. അപ്പോൾ 20 ലക്ഷം പേരുടെ വരുമാനം കുറയുകയും ഒരാളുടെ വരുമാനം കൂടുകയും ചെയ്യുമ്പോൾ കാർ വിൽപ്പന കൂടുകയും സോപ്പ് വിൽപ്പന കുറയുകയും ചെയ്യും. അത് നേരത്തെ താങ്കൾക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് അതിന്റെ ഈ പ്രത്യക്ഷ ഉദാഹരണം അങ്ങോട്ട് പറഞ്ഞത്. പിന്നെ PPP മോഡലിനെ ആരും വിമർശിച്ചില്ല, LICയുടെ ഓഹരി വിറ്റതിനെ വിമർശിച്ചില്ല. പക്ഷെ മറ്റു ചില കാര്യങ്ങൾ സ്വകാര്യമായിട്ട് ആൾക്കാർക്ക് കൈകാര്യം ചെയ്യാനായിട്ട് വിട്ടുകൊടുക്കുന്നത് കാണുമ്പോൾ മാത്രമേ വിമർശനമുള്ളൂ. റെയിൽവേ സ്വകാര്യവൽക്കരിക്കുമ്പോൾ അത് ശ്രീ TC. തിരുവനന്തപുരം വിമാനത്താവളം അടക്കമുള്ള വിൽപ്പനകളുടെ കാര്യത്തിലാണ് ഈ പറഞ്ഞത്. LICയുടെ വിൽപ്പനയൊക്കെ വളരെ സുതാര്യമായിരുന്നു. അതിനെപ്പറ്റി ആർക്കും തർക്കമൊന്നുമില്ല. ഷെയർ വാങ്ങിയവർക്ക് കുറെ നഷ്ടം ഏതാണ്ട് 1.5 കൊല്ലത്തേക്ക് സഹിക്കേണ്ടി വന്നു എന്നുള്ളത് അവരുടെ കഷ്ടകാലം. അതിന് ഞാൻ ഉത്തരവാദിയല്ല, വാങ്ങിയവരും ഉത്തരവാദികളായിരിക്കില്ല, സർക്കാരും ഉത്തരവാദിയാണെന്ന് വിശ്വസിക്കുന്നില്ല. പക്ഷേ ഈ സുതാര്യമല്ലാത്ത ഒത്തിരിയേറെ കൈമാറ്റങ്ങൾ നടക്കുന്നുണ്ട് രാജ്യത്ത്. അവിടെയാണ് പ്രശ്നം. സുതാര്യമായി നടക്കുന്ന കാര്യങ്ങളെ ലോകത്ത് ആരും വിമർശിച്ചിട്ടില്ല. സുതാര്യമല്ലാതെ നടന്ന കാര്യങ്ങളെ വിമർശിച്ചിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളം കൊടുക്കാൻ പോയി, അത് ഒരു പ്രത്യേക പാർട്ടിക്ക് കിട്ടി. അതേപോലെ ആ പാർട്ടിക്ക് വേറെ 3-4 തുറമുഖങ്ങളും മറ്റ് 2-3 വിമാനത്താവളങ്ങളും കിട്ടി. അതിനെപ്പറ്റിയൊക്കെയാണ് വിമർശനം. അല്ലാതെ നിങ്ങൾ വിമർശിക്കുന്നതിനെ പറ്റി വിമർശന വിധേയമായ കാര്യങ്ങൾ പറയുമ്പോൾ ശരി ഞാനൊരു ഇടവേളയിലേക്ക് പോവുകയാണ്. എന്തായിരുന്നാലും ബജറ്റ് അവതരണത്തിനായി നിർമ്മല സീതാരാമൻ ആ കയ്യിലെ ചുവന്ന ഡിജിറ്റൽ പെട്ടിയുമായി ഇതാ പാർലമെന്റിന്റെ പുതിയ മന്ദിരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ വിവരം കൂടി കൈമാറുന്ന ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ബജറ്റ് കേൾക്കാം. ഇടക്കാല ബജറ്റ് പ്രഖ്യാപനം ഉടനെ നമുക്ക് കേൾക്കാനാകും.